എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആയുരാരോഗ്യ സൗഖ്യം എന്ന ഏകകത്തിലെ ഒപ്പമിടിക്കുന്നത് എന്ന കവിതയാണ്. ആധുനികതയെ മലയാള സാഹിത്യത്തിലേക്ക് പരിചയപ്പെടുത്തിയ സാഹിത്യകാരനായിട്ടുള്ള അയ്യപ്പ പണിക്കരുടെ ഒരു കവിതയാണിത്. പകലുകൾ രാത്രികൾ എന്നൊരു കവിതാ സമാഹാരത്തിൽ നിന്നാണ് ഈ ഒരു ഭാഗം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ശീർഷകം കേട്ടാൽ തന്നെ മനസ്സിലാവും, ഒപ്പം മിടിക്കുന്നത് എന്നാണ് അതിൻ്റെ ശീർഷകം. അപ്പം ഒപ്പം മിടിക്കുന്നത് എന്താണ്? നമ്മുടെ കൂടെ മിടിക്കുന്നത് ആരാണ്? ഹൃദയമാണല്ലേ. അപ്പോൾ ഹൃദയത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം സംസാരിക്കുന്നതാണ് ഈ ഒരു കവിതയിലെ ആശയം എന്ന് പറയുന്നത്. അപ്പം ഹൃദയം എന്താണ്? ഹൃദയം തൻ്റെ ഉടമസ്ഥനോട് തൻ്റെ കാര്യങ്ങൾ, തൻ്റെ സങ്കടങ്ങളും ആവലാതികളും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഈ ഒരു കവിതയിലെ ആശയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കവിതയെ ഒന്ന് ചൊല്ലി നോക്കാം. മടിച്ചു നിൽക്കയോ ഹൃദയമേ, നിന്റെ മിടിപ്പു കൊണ്ടു നീ മടുത്തു പോകയോ? പറയൂ നീ നിന്റെ പഴയ മാതിരി തുടിപ്പും തുഷ്ടിയും മറന്നു പോകയോ? പറയുവാനൽപ്പം മടിയുണ്ടെങ്കിലും പറയേണ്ട കാലം മടുത്തുപോയി സർ. വളരെ നാളായി മിടിക്കുന്നു ഞാനീ പഴയ കൂട്ടിലെ ഇണക്കിളി പോലെ. തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ, തരുണ സൗഖ്യങ്ങൾ തടവി നിന്ന നാൾ. തുടിച്ചു ഞാനകം തുടുത്തു വേണ്ടപ്പോൾ മിടിച്ചു പോന്നതും മറക്കരുതു സർ. കഴിവുപോലെ ഞാൻ തുടരുമെങ്കിലും വഴിയിലെപ്പോഴെന്നറിയുകില്ല സർ. ശരി ഹൃദയമേ, നിനക്കു നന്ദി, മുന്നറിവു തന്നതിൽ കൃതജ്ഞനാണു ഞാൻ. മിടിപ്പുകൾക്കിടയ്ക്കനന്തകാലങ്ങൾ ചിലപ്പോഴൊക്കെ ഞാൻ ശ്രവിച്ചുവെങ്കിലും ശരിക്കു നീ ചെയ്തൊരുപകാരം മേലിൽ മറക്കുകില്ലെനിക്കൊരേ സുഹൃത്തു നീ. അപ്പം എന്താണ് പറയുന്നത്? നമ്മുടെ ഉടമസ്ഥനും തൊഴിലാളി ഉടമസ്ഥനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പം എന്താണ്? ഉടമസ്ഥൻ ആരാണ്? നമ്മളാണ്. അതിൻ്റെ തൊഴിലാളി ആരാണ്? ഹൃദയമാണ് തൊഴിലാളി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ തൊഴിലാളി ഇടയ്ക്ക് പണി മുടക്കുന്നതൊക്കെ എന്താണ് എന്നുള്ളത് അന്വേഷിക്കുകയാണ് ഉടമസ്ഥൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കവിതയിലെ ഓരോ വരികളും എടുത്ത് പരിശോധിച്ച് നോക്കാം എന്താണ് പറയുന്നത് എന്നുള്ളത്. അപ്പം എന്താ ചോദിക്കുന്നത്? ഉടമസ്ഥനാണ് ആദ്യം ഒരു സംഭാഷണം തുടങ്ങുന്നത്. മടിച്ചു നിൽക്കയോ ഹൃദയമേ, നിന്റെ മിടിപ്പ് കൊണ്ട് നീ മടുത്തു പോകയോ? അപ്പം എന്താണ് ഉടമസ്ഥൻ എന്താ ചോദിക്കുന്നത്? നിന്റെ മിടിപ്പ് കൊണ്ട് നീ മടുത്തു പോയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്? ഹൃദയം ഇടയ്ക്കൊന്ന് മടിക്കുന്നുണ്ട് മിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൃദയമിടിപ്പ് കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമുക്ക് പല അസുഖങ്ങൾ വരും. ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് തന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ, കൊറോണ കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഈ ഒരു ഹൃദയസ്തംഭനം മൂലമുള്ള മരണങ്ങളൊക്കെ അധികമായിട്ട് വരികയാണ്. അപ്പോൾ അതെന്താണ്? നമ്മുടെ ഒരു ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് ഹൃദയം പണി മുടക്കുന്നത്. അപ്പോൾ ഹൃദയം പണി മുടക്കിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അത് നമുക്ക് മരണത്തിലേക്ക് വരെ നയിക്കാനുള്ള ഒരു കാരണമായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് ഉടമസ്ഥൻ ചോദിക്കുകയാണ് ഹൃദയത്തിൻ്റെ അടുത്ത്, മടിച്ചു നിൽക്കുകയോ ഹൃദയമേ, നിന്റെ മിടിപ്പ് കൊണ്ട് നീ മടുത്തു പോകയോ? പറയൂ നീ നിന്റെ പഴയ മാതിരി തുടിപ്പും തുഷ്ടിയും മറന്നു പോകയോ? അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ തുഷ്ടി എന്നുള്ളൊരു വാക്ക് കേട്ടു അല്ലേ. അപ്പോൾ എന്താ തുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വരിയിലൂടെ നോക്കി നോക്കാം. പറയൂ നീ നിന്റെ പഴയ മാതിരി, പറയാണ്. അതായത് പണ്ടത്തെ പോലെ ഒരു തുടിപ്പും തുഷ്ടിയൊക്കെ മറന്നു പോയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പണ്ടത്തെ ഒരു സ്പീഡിൽ എന്നല്ല, ഹൃദയത്തിനൊരു വേഗതയുണ്ട്. അപ്പോൾ ആ ഒരു വേഗതയും, തുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? തുഷ്ടി എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ആ ഒരു തുടിപ്പും സന്തോഷമൊക്കെ മറന്നു പോയോ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹൃദയം നല്ല പോലെയല്ല പണിയെടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ്? ഹൃദയം തിരിച്ച് പറയാണ്, പറയുവാൻ അല്പം മടിയുണ്ടെങ്കിലും പറയേണ്ട കാലം അടുത്തുപോയി സർ. എന്താണ് ഹൃദയം പറയുന്നത്? ഹൃദയത്തിന് ഈ കാര്യം പറയാൻ കുറച്ച് മടിയുണ്ട്. അപ്പം
ഈ ഒരു മുതലാളി ടെൻഷൻ ആവണ്ട, ഉടമസ്ഥൻ ടെൻഷൻ ആവണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഹൃദയത്തിന് പറയാൻ കുറച്ച് മടിയുണ്ട്. എന്നാലും എന്താണ് പറയേണ്ട കാലം അടുത്തു പോയി എന്നാണ് പറയണത്. അപ്പോൾ ഇനി വൈകിയാൽ എന്താണ്, ഇത് നടക്കൂല എന്നാണ് ഹൃദയം പറയണത്. പറയുവാൻ അല്പം മടിയുണ്ടെങ്കിലും പറയേണ്ട കാലം അടുത്തു പോയി സർ. വളരെ നാളായി മിടിക്കുന്നു ഞാൻ ഈ പഴയ കൂട്ടിലെ ഇണക്കിളി പോലെ. അപ്പം എന്താണ്, ഹൃദയം കുറേ നാളായിട്ട് മിടിക്കുകയാണ്. എന്ത്, പഴയ കൂട്ടിലൊക്കെ ഒരു ഇണക്കിളിനെ നമ്മൾ ഒരുപാട് കാലം ഒരു കൂട്ടിലിട്ട് വളർത്തിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതിന് എന്താ പറയുക, ഒരു വീർപ്പുമുട്ടലും ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഉണ്ടാവുക. അപ്പം അതാണ് പറയണത്, ഹൃദയം അത്രയും അടുത്തിട്ടുണ്ട്. അതായത് ഒരു പഴയ കൂട്ടിലെ ഒരു കിളീനെ പോലെ ഇങ്ങനെ ഇട്ട് വളർത്തുന്ന പോലെ എന്നുള്ളത് ആണ് ഹൃദയം പറയുന്നത്. അപ്പോൾ അത് ഹൃദയത്തിന് എന്താണ്, മടുത്തു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ജീവിക്കുന്നത്. പിന്നെന്താണ് അടുത്ത വരി നോക്കൂ. തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ, തരുണ സൗഖ്യങ്ങൾ തടവി നിന്ന നാൾ, തുടിച്ചു ഞാൻ അകം തുടുത്തു വേണ്ടപ്പോൾ മിടിച്ചു പോകുന്നത് മറക്കരുത് സാർ. അപ്പോൾ എന്താണ്, ഹൃദയം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഉടമസ്ഥന്. അപ്പോൾ അതായത് എന്താണ്, ഉടമസ്ഥന് ഇപ്പോൾ പരാതി പറയാണല്ലോ ഹൃദയത്തിൻ്റെ അടുത്ത്, എന്താണ് ഹൃദയമേ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ഉടമസ്ഥനൊരു പരാതിയായിട്ടാണ് പറയണത്. അപ്പോൾ ഹൃദയം താൻ ചെയ്ത കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു ഉടമസ്ഥനെ. അപ്പം എന്താ പറയണത്, തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെരുന്നാൾ. അതായത് ഈ ഉടമസ്ഥൻ ഭയങ്കരമായിട്ട് സങ്കടങ്ങൾ, തടിച്ച ദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു ഒരു നല്ലൊരു പ്രയോഗമാണല്ലേ, തടിച്ച ദുഃഖങ്ങൾ. അതായത് നല്ല ഒരുപാട് ഭയങ്കര കനത്തിലുള്ള ഒരു കനത്ത ദുഃഖത്തിനെയാണ് ഇവിടെ തടിച്ച ദുഃഖങ്ങൾ എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തടിച്ച ദുഃഖങ്ങൾ തകർത്ത് പെയ്തനാൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കരമായിട്ട് ഈ ഉടമസ്ഥന് ദുഃഖമുണ്ടായ ഒരു സമയത്ത് തരുണ സൗഖ്യങ്ങൾ തടവി നിന്നുള്ള, അതായത് ഇന്ന് നാളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു യൗവന കാലത്ത്, തരുണ സൗഖ്യങ്ങൾ എന്ന് പറഞ്ഞാൽ യൗവനത്തിലെ സൗഖ്യം എന്നാണ്, സുഖം എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അപ്പം ആ ഒരു സമയത്തൊക്കെ തുടിച്ചു ഞാൻ അകം തുടുത്ത് വേണ്ടപ്പോൾ മിടിച്ചു പോകുന്നതും മറക്കരുത് സാർ. ആ സമയത്തൊക്കെ എന്താണ്, ഹൃദയം പണിമുടക്കാണ്ട് നല്ല പോലെ മിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയണത്, മറക്കരുത് എന്നാണ് പറയണത്. കഴിവ് പോലെ ഞാൻ തുടരുമെങ്കിലും വഴിയിൽ എപ്പോഴെന്ന് അറിയില്ല സാർ. ശരി ഹൃദയമേ, നിനക്ക് നന്ദി, മുന്നറിവ് തന്നതിൽ കൃതജ്ഞനാണ് ഞാൻ. അപ്പം എന്താണ്, ഹൃദയം എന്നാലും പറയുകയാണ് കഴിവ് പോലെയൊക്കെ ഞാൻ തുടരും, പക്ഷെ എപ്പോഴാണിത് നിൽക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല എന്നാണ് ഹൃദയം പറയുന്നത്. അപ്പം ഉടമസ്ഥൻ തിരിച്ച് പറയാണ്, ഹൃദയത്തോട് നന്ദി പറയാണ്. അതായത് നേരത്തെ ഈ ഒരു അറിവ് തന്നതിൽ നിനക്ക് നന്ദി എന്നുള്ളതാണ് ഉടമസ്ഥൻ പറയുന്നത്. പിന്നെന്താണ്, മിടിപ്പുകൾക്കിടയ്ക്ക് അനന്തകാലങ്ങൾ ചിലപ്പോഴൊക്കെ ഞാൻ ശ്രവിച്ചുവെങ്കിലും ശരിക്കും നീ ചെയ്തൊരു ഉപകാരം മേലിൽ മറക്കുകയില്ലോ എനിക്ക് ഒരേ സുഹൃത്തു നീ. അതായത് എന്താണ്, ചിലപ്പോഴൊക്കെ ഈ ഹൃദയം ഈ മിടിക്കാൻ മറന്നു പോയതൊക്കെ ഈ ഒരു ഉടമസ്ഥൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ ഞാൻ ശ്രവിച്ചു എന്ന് പറഞ്ഞാൽ എന്താ, കേട്ടു എന്നാണ് അർത്ഥം. അപ്പോൾ ചിലപ്പോഴൊക്കെ അയാൾ കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താണ്, അപ്പോൾ എന്താണ്, ശരിക്കും നീ ചെയ്തൊരു ഉപകാരം മേലിൽ മറക്കുകയില്ല എനിക്ക് ഒരേ സുഹൃത്ത് നീ. അപ്പം എന്താ ഉടമസ്ഥൻ പറയുന്നത്, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നീ എനിക്കൊരു സുഹൃത്താണെന്നാണ് ഉടമസ്ഥൻ അവസാനം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇതിലെന്താണ് പറയുന്നത്, ഹൃദയം ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു ആരോഗ്യ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ചിട്ടയായ അല്ലെങ്കിൽ ഒരു ക്രമമില്ലാത്ത ഒരു ആരോഗ്യശൈലി ഇല്ലാത്തതാണ് നമ്മുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കൊറോണ കാലത്തിന് ശേഷമൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുകയും അത് ഭയങ്കരമായിട്ട് നമ്മുടെ ജീവിതശൈലീനെ ബാധിക്കുകയും മറ്റ് ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണം, ഈ രാത്രിയിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് എന്താണ്, നമ്മുടെ ഹൃദയമൊക്കെ പണി മുടക്കി തുടങ്ങിയിട്ടുണ്ട്. അതായത് അതൊരു അപായ സൂചനയാണ്. അപ്പം അങ്ങനെ ഒരു മുന്നറിയിപ്പാണ് ഈ കവിത തരുന്നത്. നമ്മുടെ ഹൃദയം നല്ലപോലെ, അതായത് നല്ലൊരു ആരോഗ്യശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഈ കവിതയിലൂടെ അയ്യപ്പ പണിക്കർ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. താങ്ക് യു.